ഈ യൂട്യൂബ് ചാനൽ ലൈവ് പോകുന്നത് കണ്ടത്. അന്ന് ആ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. ചെറുതായിട്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. എൻ്റെ പേര് കിരൺ മിത്ര എന്നാണ്. എൻ്റെ നാട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. പക്ഷേ അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് അവരുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും സമാധാനമില്ലാത്ത നിലവാരത്തിലോട്ടൊക്കെ പോയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ അനുഭവിക്കേണ്ടി വന്നു. സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവം സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം ദർശനങ്ങൾ നൽകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആണ്, ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. അങ്ങനെ മീഡിയ ലെവലിൽ എനിക്കെല്ലാം വർക്ക് ചെയ്യാനുള്ള നോളജ് എനിക്കുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് തിരിയാൻ ആഗ്രഹിച്ചു. കാരണം എനിക്ക് സിനിമയിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം എന്നെ ഭരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഒരുപാടെടുത്ത് ഇന്റർവ്യൂസിന് അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ ഞാൻ മുട്ടിയ വാതിലുകളെല്ലാം എനിക്ക് വേണ്ടി അടയപ്പെട്ടു. പക്ഷെ എന്നെ എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവിചാരിതമായി വിക്ലിഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. എനിക്കിങ്ങനെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ആണ് ഞാൻ ബൈബിൾ ട്രാൻസ്ലേഷനെ പറ്റി നമ്മളിപ്പം കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു ഒന്നാമത് വന്നിട്ട് പോയത് പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വചനം എത്തപ്പെടാത്ത നമുക്കറിയാം, നമ്മളിപ്പം പലർക്കും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷെ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ദൈവവചനം നമുക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മലയാളത്തിൽ ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ഹിന്ദിയിലാണ് ചോദിക്കുന്നതെങ്കിലോ ഹിന്ദി റീകളക്ട് ചെയ്ത് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്, നമ്മുടെ ഹൃദയ ഭാഷയിലാണ്. മകനെ എന്ന് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ ജനിച്ച് വളർന്നപ്പെട്ട ഭാഷയിൽ നമ്മളോട് ദൈവവചനം കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും മനസ്സിലാവും. അപ്പം ദൈവവചനം പരിഭാഷപ്പെടുത്തുന്ന ഒരു ഓർഗനൈസേഷനിൽ ദൈവം എനിക്ക് വർക്ക് ചെയ്യുവാൻ അവസരം നൽകി. അങ്ങനെ 2016 ഞാൻ രാജസ്ഥാനിന്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അവിടെ വെച്ച് ദൈവം എനിക്ക് ദർശനം തന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും മാറ്റിവെക്കാനുള്ള ഒരു പ്രത്യേക ഒരു അധികാരം ഒരു ദർശനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മിഷണറി ആണെന്നും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ കണ്ണുനീരോടുകൂടി വിതച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർപ്പോടെ കൊയ്യുവാനുള്ള ഒരു സമയം നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളൊരു ദൈവത്തിന്റെ കോളിംഗ് ആണ്. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവും? നമുക്ക് ദർശനത്തിലൂടെയും നമ്മുടെ അനുഭവങ്ങളിലൂടെയും ബാല്യകാലത്തിലെല്ലാം നമ്മളെ ദൈവം ഓരോന്ന് പണിയുകയാണല്ലേ. നമ്മളെ ദൈവം പണിയുകയാണ്. ഓരോ അനുഭവങ്ങളും കഷ്ടതകളും നിരാശകളും ദുഃഖങ്ങളും കണ്ണുനീരും. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ എത്ര നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന്, മകനെ നിനക്ക് എന്ത് പറ്റി, മകളെ നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നത്? നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. മകനെ നിനക്ക് എന്ത് പറ്റി? അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, നമ്മുടെ പദവി, ഇതൊന്നും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു തടസ്സമായി മാറരുത് എന്നുള്ളത്. നമ്മളെ ദൈവം അയക്കും. നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, എന്നെ എവിടെയാ കരുതിയിരിക്കുന്നത്? ദൈവം നമ്മൾ പോകാൻ തയ്യാറായാൽ അതിന് ദൈവം നമ്മളെ പണിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ എത്തപ്പെടേണ്ടുന്ന സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എത്തപ്പെടേണ്ടുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ദൈവം നമ്മളെ പണിയും. അതെങ്ങനെയാണ്? സ്വർണം പണി കഴിച്ച് ഒരുക്കുന്നത് പോലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിരാശകളും നമുക്കറിയത്തില്ല. നമ്മൾ മുന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂടെ ജീവിക്കുന്നവരും ഒക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന കഷ്ടതയ്ക്കായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. നമ്മളെ ഓരോ ദിവസവും പണിഞ്ഞ് എന്നാൽ മാത്രമേ ശോഭിക്കാൻ നമുക്കൊണ്ട് പറ്റുകയുള്ളൂ. കാരണം ഇത് ഇപ്പം എതിരാളികൾ ഒത്തിരി ഉള്ള ഒരു മേഖലയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും സാമ്പത്തികമായിട്ടെല്ലാം ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ അവരെല്ലാവരും ദൈവം വിളിച്ചിട്ടില്ല. നമ്മളെ വിളിയുടെ
ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത്തിന് വേണ്ടി, ദുഃഖത്തിന് വേണ്ടി തന്റെ ക്രൂശ് ചുമക്കുവാൻ, മറ്റുള്ളവന്റെ കണ്ണീരൊപ്പുവാൻ, പരസ്പരം പ്രാർത്ഥിക്കുവാൻ, പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഷെയർ ചെയ്ത് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരം മറ്റുള്ളവരോട് പറയുമ്പോൾ ആ ഭാരം കേൾക്കുവാനുള്ള ഹൃദയമുള്ളവരെ നമുക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കും. ഞാൻ പ്രസംഗിച്ച് ശീലമുള്ള ഒരാളല്ല, പക്ഷെ എനിക്ക് അനുഭവങ്ങളാണുള്ളത്. ബൈബിൾ കോളേജിൽ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ ദൈവം എന്നെ നടത്തിയത് ദർശനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ്. അപ്പൊ ഇന്നത്തെ അവസരം തീർച്ചയായിട്ടും ഇത് പങ്കുവെക്കാൻ വേണ്ടി, ഞാൻ നിങ്ങളെ ആരെയും പരിചയമില്ല, ഈ സിസ്റ്ററിനെ എനിക്ക് അറിയത്തില്ല, അവിചാരിതമായി കണ്ട ഒരു സ്ക്രോളിങ്ങിലാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹമാണ്. എന്റെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഞാൻ ബൈബിൾ ട്രാൻസ്ലേഷൻ 6 വർഷം വർക്ക് ചെയ്തു. എന്റെ അപ്പനെ സുഖമില്ലാതായി, ഞാൻ റിസൈൻ ചെയ്തു, നാട്ടിൽ വന്നു. 3 വർഷം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ അനിയത്തിയുടെ വിവാഹം കാണുക എന്നുള്ളത്. അപ്പം ഞാൻ അപ്പനെ ശുശ്രൂഷിച്ചു അങ്ങനെ വന്ന സമയത്ത് തീരെ ടയേർഡ് ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് വിട്ടിട്ടാ ഇങ്ങോട്ട് വന്നു, ഞാൻ ഇനി എങ്ങോട്ട് പോകും? റിസൈൻ ചെയ്തപ്പം അപ്പനും പറഞ്ഞു, എനിക്ക് എന്റെ മകളുടെ വിവാഹം കാണണം, നീ എനിക്ക് എങ്ങനെ നടത്തി തരണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ഒരു 4 ദിവസം മുന്നെയാണ് എന്റെ അപ്പം മരിക്കുന്നത്. പിന്നെ അത് എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്? ഒരു ദർശനത്തിലേക്ക്, ഒരു വഴിയിലേക്ക്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കഷ്ടം നമ്മുടെ അനുഗ്രഹത്തിലേക്ക് വേണ്ടിയുള്ള കാൽച്ചുവട് വെപ്പായിരിക്കും. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ഞാൻ പിന്നെ അനിയത്തിയുടെ വിവാഹം പിന്നെ ഞാൻ റീഷെഡ്യൂൾ ചെയ്തു, നടത്തി. പിന്നെയും ഞാൻ അമ്മ നാട്ടിൽ ഒറ്റയ്ക്കായി. ഞാൻ എന്ത് ചെയ്തു? പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തു, എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും അറിയത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുക എന്നുള്ളത്. കാരണം എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, പ്രൊഫഷണൽ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അപ്പൊ ഞാൻ വിചാരിച്ചു, മിഷൻ ഫീൽഡ് എല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ നാട്ടിൽ ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങാം. അതിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം എടുത്ത് ഞാൻ എന്റെ അനിയനും കൂടെ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അനിയനും ഒരു ആക്സിഡന്റിൽ മരണപ്പെടുവാൻ അങ്ങ് ഇടയായി തീർന്നു. കാരണം എനിക്കറിയില്ല എന്താണ്, അപ്പൻ മരിച്ചു, അനിയൻ മരിച്ചു, പിന്നെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. എല്ലാവരും, ഞാൻ കൂടെ നിൽക്കുന്നവരെല്ലാം എന്നെ വിട്ടു പോകുന്ന ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു ചെല്ലേണ്ടി വന്നു. പക്ഷെ ദൈവം എന്താണ് എന്നെ പഠിപ്പിച്ചത്? ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുങ്ങുന്നു, ഞാൻ എവിടെ പോകും? എന്നെ സ്വീകരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ മറ്റൊരു ദേശത്ത് ഒരുങ്ങിയിട്ടുണ്ട്, അതിനുള്ള ആ ഒരു യാത്രയുടെ ഇടയിൽ ഒരുപാട് കഷ്ടവും നിരാശയും തടസ്സങ്ങളും ഇതെല്ലാം മറികടക്കാനുള്ള ദൈവത്തിന്റെ കൃപ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി കൃപ എന്ന് പറഞ്ഞാൽ അതൊരു പവറാണ്. നമുക്ക് പൈസ കൊടുത്താലൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ത് കഷ്ടം, എന്ത് നിരാശ, നമ്മുടെ കണ്ണുനീര് നമുക്ക് തുടയ്ക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചിലരെ കരുതും. ഒരു ദേശം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ആരുടെയൊക്കെയോ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദേശം, ഒരു പട്ടണം നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ, അവിടെ നിന്നെ സ്വീകരിക്കാൻ ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന് അത് ഏറ്റെടുത്തുകൊണ്ട്, കർത്താവേ, നീ എന്നെ പണിയണം. നീ ഇത്ര കഷ്ടം വന്നാലും, എത്ര നിരാശ വന്നാലും, എത്ര പ്രതികൂലം വന്നാലും നിന്നെ വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. കാരണം കർത്താവ് ആ ക്രൂശെടുത്തുകൊണ്ട് നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവന്റെ ക്രൂശെടുത്ത് നമ്മൾ അനുഗമിച്ചേ പറ്റൂ. നമ്മൾ അതിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനകൾ വരാം, നിരാശകൾ വരാം, രോഗങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടം ഒരുപക്ഷെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ കണ്ണുനീരോടുകൂടി വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ആർപ്പോടുകൂടി കൊയ്യുവാൻ ഒരു കൊയ്ത്തിന്റെ കാലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാരും മറന്നു പോകരുത്. നമ്മളായിരിക്കുന്ന സ്ഥലം ചുറ്റുപാട് ഒരുപക്ഷെ അനുകൂലമായിരിക്കണമെന്നല്ല, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് അനുകൂലമായിരിക്കണമെന്നില്ല. നമ്മുടെ ഹൃദയം ഒരുപക്ഷെ ഒന്ന് കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ വിഷമങ്ങളും നിരാശകളും അനുഭവങ്ങളും പറയാൻ ആരുമില്ലെങ്കിലും കർത്താവായ ദൈവം നമ്മുടെ അരികിൽ നിന്ന്, മകനെ നിനക്ക് എന്തു പറ്റി, മകളെ നിനക്ക് എന്തു പറ്റി, നിന്നോടൊപ്പം ഞാനുണ്ട്, നീ എന്നോട് പറ, നിന്റെ അവസ്ഥകളും നിന്റെ സാഹചര്യങ്ങളും കേൾക്കാൻ ഞാൻ തയ്യാറാണ്, മകനെ മകളെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഓരോ ദിവസവും ഓരോ സമയവും ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഈ മീറ്റിംഗ്, അതുപോലെ തന്നെ ഈ ചാനലുകൾ, ഇപ്പം സിസ്റ്റർ തുടങ്ങിയിരിക്കുന്ന
നെക്സ്റ്റ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിലൂടെ നമുക്ക് ആർക്കും പരിചയമില്ല. പക്ഷെ ദൈവം ഒരുക്കുന്ന ഓരോ അവസരങ്ങളാണ്. നീ ഇവിടെ ആയിരിക്കണം, നീ ഇവിടെ ആയിരിക്കണം. ഈ നമ്മുടെ പ്രാർത്ഥനയിലൂടെ എല്ലാം ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കാനുള്ള എലിജിബിലിറ്റി, അത് കേൾക്കാനുള്ള ഒരു കപ്പാസിറ്റി വരണമെങ്കിൽ അത് അനുഭവത്തിലൂടെ മാത്രമേ. എന്തോ ഒരു 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 കാര്യം നിന്നോട് നാളെ കുറിച്ചുള്ള ഒരു കാര്യം നിനക്ക് പറയാനുണ്ട്, അത് കൈമാറ്റം ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. മകനെ ഒന്ന് നിൽക്ക്, മകളെ നീ ഒന്ന് നിൽക്ക്, നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ നീ ഇതിലൂടെ പോയാൽ മാത്രമേ ആ സ്വർഗീയ സന്ദേശം നിനക്ക് കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും പണിയുകയാണ്. നമുക്ക് കഷ്ടതയുടെ മൂർച്ചയേറിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്ന തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ കഴുകും, നമ്മളെ തണുപ്പിക്കും. പ്രാണനെ കഴുകുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തിലൂടെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഓരോ ദിവസവും വഴി നടത്തുന്ന, എന്നെക്കാളും അനുഭവങ്ങളുള്ളവരാണ് നിങ്ങൾ, എന്നെക്കാട്ടും അറിവും കഴിവും വിദ്യാഭ്യാസവും ആത്മീയ ബലവും ഉള്ളവരാണ് നിങ്ങൾ. ഞാനെന്ന് പറയുന്ന ഇന്നലെ വന്നൊരു ശിശു മാത്രമാണ്. എൻ്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങൾ പറയുന്നത്. ഇപ്പം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. നമ്മുടെ ജീവിത വഴി യാത്രകളിൽ ഇരുട്ടുണ്ട്. നമ്മളെ തള്ളിയിടേണ്ടുന്ന ശക്തികൾ വരും, അപകടപ്പെടുത്തേണ്ടി വരും. നമുക്ക് വെച്ചിരിക്കുന്ന ശുഭഭാവി കാണാതിരിക്കുവാനുള്ള തടസ്സങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ശത്രുവായവൻ കൊണ്ടിടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സഫലവും വിശാലവുമായൊരു വാതിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നത് എതിരാളികളുമുണ്ട്. എന്താണ് എതിരാളി? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് എവിടെയാണ്? ഇരുട്ടിന്റെ ശക്തികൾ. അതിപ്പോ ഞാനിപ്പം കേട്ടത് പരസ്യയോഗം എന്ന് പറഞ്ഞാൽ ശത്രുവിന് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു മേഖലയാണ്. വചനം കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിനെ തണുപ്പിക്കുന്ന, പാപത്തിൽ നിന്ന് മോചനം തരുന്ന വചനം എത്തപ്പെടാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളും ഇതിനിടയിൽ വരും. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അനുഭവങ്ങൾ കൊണ്ടും ദൈവവചന പഠനം കൊണ്ടും ദൈവത്തിന്റെ ദർശനങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഓരോ ദിവസവും ഒരുക്കാൻ ഒരു ആഹ്വാനമാണ് എനിക്കിന്ന് തരുവാനുള്ളത്. ഇവിടെ മീറ്റിങ്ങിന് കടന്നു വന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തേക്കും ദൈവത്തിന്റെ ശബ്ദം കൈമാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, ഞാനൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് രാജസ്ഥാനിൽ വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ എല്ലാ വഴിയും അടഞ്ഞു. കാരണം എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ അനിയൻ മരിച്ചു, എൻ്റെ അമ്മ ഒറ്റയ്ക്കായി, അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞു. വഴികൾ അടഞ്ഞു നിൽക്കുമ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ അടയപ്പെടുമ്പോഴാണ് നമ്മുടെ കാതുകളിലേക്ക് ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വരുന്നത്. മകനെ നീ കരയണ്ട, മകളെ നീ കരയണ്ട, നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ അവിടെ എത്തണമെങ്കിൽ നിന്റെ ഹൃദയവും നിന്റെ ശരീരവും നിന്റെ ആത്മാവിനെയും കഴുകപ്പെടേണ്ടതും പണിയപ്പെടേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു ആഹ്വാനമാണ് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ കഴുകി വെടിപ്പാക്കി ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കപ്പെടുവാൻ ഒരു ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളും അനുഭവങ്ങളുമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.